എനിക്ക് ഒട്ടും വിശ്വാസമില്ല. അതായത് ഒരു കാര്യത്തിൽ ഗെയിമിലായിക്കോട്ടെ പേഴ്സണൽ ആയിക്കോട്ടെ പച്ച വെള്ളത്തിൽ ഞാൻ വിശ്വസിക്കില്ല. എനിക്കത് എക്സ്പോസ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ഒരു ആളാണ് ഞാൻ ഷിബിനെ വിളിക്കുന്നത്. സോ ബെസ്റ്റ് പ്ലെയർ ആയിട്ടാ ചൂസ് ചെയ്തത്. അതിനർത്ഥം ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്നല്ല. കമ്പാരിറ്റീവ്ലി ഒത്തിരി പേഴ്സണൽ ഇഷ്യൂ അല്ല, എന്നാലും 1-2 പേഴ്സണൽ കാര്യങ്ങൾ വെച്ചും ഗെയിം വെച്ചും വിശ്വസിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഞാൻ ഷിജുലാലിനെ വിളിക്കും. ഞാൻ ഇവനെ വിശ്വസിക്കുന്നു. ഇന്നലെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഒരു ഇതായിട്ട് തോന്നുന്ന ബാഡ് ആയിട്ട് തോന്നുന്ന ഒരാളെ വിളിക്കുക, അല്ലാതെ ഒരാളെ വിളിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവൻ എന്നെ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഞാൻ സോനേനെ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ടാണ് ഒരു ടാസ്ക് വരുമ്പം എല്ലാവരും ഇവിടെ ലാസ്റ്റ് ആണ് എന്നെ ചൂസ് ചെയ്യാറ്. പക്ഷേ ഇന്ന് ഞങ്ങളുടെ ഗ്രൂപ്പ് ടാസ്കിൽ ഷിജുലാരായിരുന്നു ക്യാപ്റ്റൻ. അതുപോലെ തന്നെ അവൻ എനിക്ക് ഭയങ്കര ട്രസ്റ്റ് തന്ന് അവൻ എന്നെ ടീമിലേക്ക് വിളിച്ചു കളിക്കാൻ വേണ്ടിയിട്ട്. സോ അവന്റെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാതെ, അതുപോലെ തന്നെ അവൻ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ സംസാരിച്ച കാര്യങ്ങളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷൻസ്, ഞാൻ പേഴ്സണൽ കാര്യം വെച്ചിട്ടല്ല പറയുന്നത്, അതായത് നമുക്ക് മൈൻഡ് വരുന്ന ഒരു കാര്യം ഇവനോട് പറഞ്ഞപ്പം ഇവൻ അത് വിശ്വസ്തയോടെ എന്നെയും വിശ്വസിച്ചു, അതുപോലെ തന്നെ ഞാൻ ഇവനെയും വിശ്വസിച്ചു മുന്നോട്ട് നീങ്ങിയതുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ ടാസ്ക് വിജയിച്ചു. ആ ഒരൊറ്റ കാര്യത്തിൽ ഞാൻ ഷിജുലാലിനെ വിശ്വസിക്കുന്നു. അല്ല വേറെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറയാനായിട്ട് ഇവിടെ ആരും ഇല്ല. ഓക്കെ, ഇനി ഞാൻ ഷിബിനയുടെ കേസാണ് പറയുന്നത്. ഷിബിനെ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞതിന്റെ മെയിൻ റീസൺ, ഷിബിന് ഇവരെ പലരെയും, അതായത് ഓരോരുത്തരോട് ഷിബിനെ പോയി സംസാരിക്കും. ഞാൻ ഷാമു പറഞ്ഞ വേർഡ്സ് റിപ്പീറ്റ് ചെയ്യുമല്ല, പക്ഷെ നന്നായിട്ട് ഷിബിനയ്ക്ക് പരദൂഷണം പറയാനറിയാം, നന്നായിട്ട് ഷിബിനയ്ക്ക് കുറ്റം പറയാനറിയാം, നന്നായിട്ട് ഒരാളെ നിപ്പി അയാളുടെ മൈൻഡിലുള്ള കാര്യം എന്താന്ന് മനസ്സിലാക്കി ഓപ്പോസിറ്റ് പോയി പറഞ്ഞിരിക്കും. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. ഞാൻ കേട്ടിട്ടുമുണ്ട്, അനുഭവിച്ചിട്ടുമുണ്ട്. സോ ഇദ്ദേഹത്തെ ഈ ഷോയിൽ ഒട്ടും വിശ്വസിക്കില്ല. ഈ ഷോയിൽ ഈ 12 പേരിൽ ഇൻക്ലൂഡിങ് മീ ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത ഒരു വ്യക്തി ഷിബിനെയാണ്. അത് ഗെയിം ആയിക്കോട്ടെ, പേഴ്സണൽ കാര്യമായിക്കോട്ടെ, കുറ്റം പറയുന്നതായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇതേ ഷിബിനെയാണ് താങ്കളുടെ ഹീറോ. ഡു യു തിങ്ക് സോന വിചാരിക്കുന്നോ ഷിബിനയുടെ ആ ഒരു ഗെയിമിംഗ് സ്കിൽ ഉറപ്പായിട്ടും സോനയ്ക്കുണ്ടെങ്കിൽ യു വിൽ ഡു ബെറ്റർ? ഉറപ്പായിട്ടും. കഴിഞ്ഞ ദിവസം ഇപ്പം ഞാൻ ഒരു റിപ്പീറ്റ് അടിക്കുമല്ല, കള്ളൻ ടാസ്ക് വന്നു കഴിഞ്ഞപ്പോ ഞാൻ ആലോചിച്ചു, അയ്യോ ഷിബിനെ ചിന്തിച്ച പോലെ എനിക്ക് ചിന്തിക്കാൻ പറ്റിയില്ലല്ലോ. ഫെയർ എനഫ്. ഷിബിനെ ചിന്തിച്ച പോലെ അയ്യോ എനിക്കൊരാളെ കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ വിജയിക്കും ഉറപ്പായിട്ടും. ഞാൻ പറഞ്ഞോട്ടെ, സോനയുടെ എൻ്റയർ പേഴ്സണാലിറ്റി റിവോൾവ്സ് അറൗണ്ട് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ വുമൺ. എന്നോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ കുട്ടി അതുകൊണ്ടാണ് നിനക്ക് പിന്നെ ഈ കുട്ടി കള്ളവും പറയും. ഇപ്പൊ എന്നോട് പറഞ്ഞിട്ടില്ലേ? അപ്പൊ എന്നോട് പറഞ്ഞിട്ടല്ലോ, വയസ്സ് പോലും അറിയത്തില്ല. ഞാൻ പറയട്ടെ, ഇന്നലെ ലൊലീറ്റയുടെ കേസ് പറഞ്ഞപ്പോഴത്തേക്കും ഷിബിന പറഞ്ഞു എന്തിനാ എല്ലാരും അവളെ ഇങ്ങനെ 19 വയസ്സുള്ള പറയുന്നേ, 19 വയസ്സുള്ള പറയുന്നേ, എനിക്ക് 21 വയസ്സല്ലേ ഉള്ളൂ, അവളെ കഴിഞ്ഞ് 2 വയസ്സിന് ഡിഫറൻസ് അല്ലേ ഉള്ളൂ എനിക്ക് എന്ന് പല പ്രാവശ്യം ഈ കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. സത്യമല്ല, അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പൊ അവളെ മാത്രം എന്തിനാണ് എല്ലാരും കുട്ടിയായിട്ട് കാണുന്നേ? അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. താങ്ക് യു.